ഏതെങ്കിലും ഒരു ശത്രു ഇന്ത്യയിൽ ആണവായുധം പ്രയോഗിച്ചാൽ ഇന്ത്യക്ക് എങ്ങനെ തിരിച്ചടിക്കാൻ സാധിക്കും? ഉത്തരം നോക്കാം. ഇന്ത്യ പിന്തുടരുന്നത് നോ ഫസ്റ്റ് യൂസ് ന്യൂക്ലിയർ ഡോക്ട്രീനാണ്. എന്നുവെച്ചാൽ ഇന്ത്യ ഒരിക്കലും ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല എന്ന്. പക്ഷേ ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടി വളരെ വലുതുമായിരിക്കും. സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റിയുള്ള രാജ്യമാണ് ഇന്ത്യ. തലസ്ഥാനവും പ്രധാന നഗരങ്ങളും നശിപ്പിക്കപ്പെട്ടാലും ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ കഴിയും. എന്നാൽ എങ്ങനെയാണ് ഇതിന് സാധിക്കുക? അതിനുള്ള ഉത്തരമാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡ്, ആണവ ത്രയങ്ങൾ. എന്നുവെച്ചാൽ കരമാർഗവും വ്യോമമാർഗവും കടൽ മാർഗവും ഇന്ത്യക്ക് ഒരേ സമയം തിരിച്ചടിക്കാൻ സാധിക്കും. കരമാർഗമുള്ള തിരിച്ചടിക്ക് അഗ്നി 5 പോലുള്ള 5500 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യക്കുണ്ട്. വ്യോമമാർഗത്തിലൂടെയാണെങ്കിൽ മിറാഷ് 2000, സുഖോയ്, റഫേൽ പോലുള്ള ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങളുമുണ്ട്. ഇനി മൂന്നാമത് വരുന്നതാണ് ഇന്ത്യയുടെ തുറുപ്പുചീട്ട്. ഇന്ത്യൻ മെയിൻലാൻഡിൽ ഒരു സമ്പൂർണ്ണ ആണവ ആക്രമണം നേരിട്ടാലും കടൽ മാർഗമുള്ള ഇന്ത്യൻ പ്രത്യാക്രമണത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കാൻ കെൽപ്പുള്ള INS അരിഹന്ത് എന്ന ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ. മാസങ്ങളോളം കടലിനടിയിൽ തങ്ങാൻ ശേഷിയുള്ള ഈ ആണവ അന്തർവാഹിനിയെ കണ്ടുപിടിക്കുക എന്നത് ശത്രുക്കൾക്ക് വളരെ പ്രയാസമേറിയ കാര്യമാണ്. ആണവാക്രമണത്തിൽ ഇന്ത്യയുടെ ടോപ്പ് ലീഡർഷിപ്പ് ഇല്ലാതായാലും ഈ അന്തർവാഹിനികൾക്ക് ആണവ പ്രത്യാക്രമണം നടത്താനുള്ള അധികാരമുണ്ട്. ഇതിനുവേണ്ടി ന്യൂക്ലിയർ കമാൻഡ് പ്രോട്ടോകോളുകൾ എന്ന് വിളിക്കുന്ന സീൽ ചെയ്ത നിർദ്ദേശങ്ങൾ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപ്രകാരം ഉന്നത ഉദ്യോഗസ്ഥർ ഇല്ലാതായാൽ പോലും മുൻകൂർ അംഗീകരിച്ച ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ സബ്മറൈനിലെ ഉദ്യോഗസ്ഥർക്ക് എപ്പോൾ വേണമെങ്കിലും ആണവ ആക്രമണങ്ങൾ നടത്താൻ കഴിയും. ഇത്തരം ന്യൂക്ലിയർ ഡോക്ട്രീനിലൂടെ ഇന്ത്യ ശത്രുക്കൾക്ക് കൊടുക്കുന്ന സന്ദേശം വ്യക്തമാണ്. ഇഫ് യു ഹിറ്റ് ഇന്ത്യ വിത്ത് ന്യൂക്സ് യു വോണ്ട് സർവൈവ് ടു ഡു ഇറ്റ് അഗെയിൻ. നിങ്ങൾ ഇന്ത്യയെ ആണവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചാൽ പിന്നീടൊരു ആക്രമണത്തിന് നിങ്ങളും ഈ ഭൂമുഖത്തുണ്ടാവില്ല എന്ന സന്ദേശം. അതെ, ആണവശക്തി യുദ്ധങ്ങൾ ജയിക്കുന്നതിനല്ല, അവ യുദ്ധങ്ങൾ ഒരിക്കലും ആരംഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിനാണ്. ഒരിക്കലും ഈ ശക്തി ഉപയോഗിക്കപ്പെടരുതേ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം ഒരു ആണവ യുദ്ധത്തിൽ വിജയികളുണ്ടാവില്ല, വെറും ചാരം മാത്രമേ അവശേഷിക്കൂ.